ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ജകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഈ സംസാരത്തിൽ നമുക്ക് ആ സന്മാർഗത്തിൽ കൂടി സഞ്ചരിച്ച് മുക്തി നേടാൻ എങ്ങനെ സാധിക്കും എന്ന് പറയുകയാണ്. ആദ്യമായിട്ട് വേണ്ടത് സജ്ജനങ്ങളുടെ സമാഗം ഉണ്ടാവുക, സത്സംഗം ഉണ്ടാവണം, സജ്ജനങ്ങളുമായിട്ടുള്ള സമാഗം ഉണ്ടാവണം. നമ്മൾ പലപ്പോഴും സജ്ജനങ്ങളുമായിട്ടല്ല കൂടിച്ചേരാനുള്ളത്, നാം ദുർജനങ്ങളുമായിട്ടാണ് കൂടിച്ചേരാറുള്ളത്. സതാം സദ്ഭിസംഗ കഥമപിജ പുണ്യേന ഭവതി എന്നാണ്. സജ്ജനങ്ങൾക്കുമായിട്ടുള്ള സമാഗം ഉണ്ടാവുക എന്നുള്ളത് വളരെ പുണ്യം കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. അങ്ങനെ ഉള്ള സത്സംഗമാണ് ആദ്യം നേടേണ്ടത്. സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് നേടുക. അങ്ങനെ കൂട്ടുകെട്ടിയാൽ നേടാൻ എന്തായി? നിസ്സംഗത്വം. സത്സംഗമുണ്ടായാൽ, സജ്ജനങ്ങളുമായിട്ട് കൂടിയാൽ, ആ കൂട്ടുകൂടിയതിൻ്റെ ഫലമായിട്ട് എന്താ? നിസ്സംഗനായിട്ട് ഒന്നിനോട് ഒരു പറ്റലില്ലാത്ത അവസ്ഥ വരും. നിസ്സംഗം സംഘമില്ലാതിരിക്കുക, പറ്റലില്ലാതിരിക്കുക. സംഘം വെച്ചാൽ ചേർത്ത പറ്റലാണ്. അപ്പോൾ നിസ്സംഗനാകും. എല്ലാത്തിനെയും നിസ്സംഗമായിട്ട് സമചിത്തതയോടുകൂടി കാണാനുള്ള കഴിവുണ്ടാകും. അപ്പോൾ സജ്ജനങ്ങൾ കൂട്ടുകൂടണം. അപ്പോൾ സജ്ജനങ്ങളുടെ കൂട്ടുകൊണ്ടുകൊണ്ട് നിനക്ക് സാധാരണ പറയാണ്ട് ഇത് സംസർഗജാ ദോഷഗുണാഭവന്തി എന്നാണ്. സംസർഗം ഗുണം ദോഷവും ഗുണമൊക്കെ വരുന്നത്. അപ്പോൾ സജ്ജനങ്ങൾ നല്ല കാര്യമേ ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ സംസർഗം ഉണ്ടായാൽ അതുകൊണ്ട് നല്ലത് വന്ന് എന്താണ്? ഒന്നിനോടൊരു പറ്റലില്ലാത്ത ഒരവസ്ഥ. എന്തും ഒരു പറ്റലില്ലാതെ സംഘം കൂടാതെ പ്രവർത്തിക്കാനുള്ള കഴിവ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് കർമ്മണ്യേവാധികാരസ്ഥ എന്നും. അതുപോലെ നിയതങ്കുരു കർമ്മത്വം കർമ്മജ്യായോക്യ കർമ്മം എന്നൊക്കെ പറഞ്ഞു. നീ കർമ്മം ചെയ്യണം, പക്ഷെ പറ്റലോടുകൂടി ആയിരിക്കരുത്, ഫലാസക്തിയോടുകൂടി ചെയ്യുക ചെയ്തത്. ഫലാസക്തിയോടുകൂടി ചെയ്താൽ ആ കർമ്മം നിനക്ക് ദുഃഖത്തിലേക്ക് നയിക്കുള്ളൂ. അതുകൊണ്ടാണ് യോഗിന കർമ്മകുർവന്തി സംഘം ത്യക്ത ആത്മശുദ്ധയെ. യോഗികൾ പോലും ആത്മശുദ്ധിക്ക് വേണ്ടി സംഘം ഫലാസക്തി കൂടാതെ കർമ്മം ചെയ്യുന്നു പറഞ്ഞാൽ. അതുകൊണ്ട് സജ്ജനങ്ങളുമായിട്ട് കൂട്ടുകൂടുക. അതിൻ്റെ ഫലമായിട്ട് നിനക്ക് നിസ്സംഗത, ഒന്നിനോടൊരു പറ്റലില്ലാത്ത അവസ്ഥ. അങ്ങനെ ശക്തി കൂടാതെ സംഘം കൂടാതെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാകും. അങ്ങനെ ഉണ്ടായതോ സത്സംഗത്തെ നിർമോഹത്വം. നിസ്സംഗനായാൽ സജ്ജനങ്ങൾ കൊണ്ട്, സജ്ജന സമാഗം കൊണ്ട്, സത്സംഗം കൊണ്ട് നിസ്സംഗത്വം വന്നു. നിസ്സംഗമുണ്ടായോ നിർമോഹത്വം. അപ്പോൾ ഒന്നിനോടൊരു പറ്റലില്ലെങ്കിൽ മോഹമൊക്കെ മാറിപ്പോകും. മോഹം എന്ന് വെച്ചാൽ അജ്ഞാനം മാറും. അജ്ഞാനമാണല്ലോ എല്ലാത്തിനും. ഈ ആസക്തിക്കൊക്കെ വഴി നിൽക്കുന്നത് നമ്മുടെ അജ്ഞാനമാണ്. ഇതുകൊണ്ട് അത് നേടിക്കളയാമെന്നുള്ള ഒരു വിചാരമാണ്. യഥാർത്ഥത്തിൽ അതുകൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല. ഓരോ കർമ്മം കൊണ്ട് നാം ഉദ്ദേശിക്കുന്ന ഫലമല്ല ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് അത് ഫലാസക്തി കൂടാതെ കർമ്മം ചെയ്യുക. കർമ്മം ചെയ്താൽ നിർമോഹനാകും. മോഹമില്ലാത്തവനായ ഒരവസ്ഥയിൽ എത്തിച്ചേരും. അങ്ങനെയായാലോ നിർമോഹത്തെ നിശ്ചലതത്വം. അപ്പോൾ മോഹമില്ലാതായാൽ, അജ്ഞാനം നശിച്ചാൽ നമ്മുടെ മനസ്സ് നിശ്ചലമായിട്ട് ഒരേ വസ്തുവിൽ തന്നെ ഉറച്ചിരിക്കും.
അതാണ് നിശ്ചല തത്വം. നിശ്ചലമായ വസ്തു തത്വത്തിൽ നിശ്ചലമായ ഒരു അവസ്ഥ വന്നു ചേരും, ചലനമില്ലാത്ത ഒരു സ്ഥിരത വന്നു ചേരും. സാധാരണ മനസ്സ് സ്ഥിരമായിട്ട് നിൽക്കാറില്ല, അത് പ്രതിക്ഷണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം പോലും അതിന് ഉറച്ചിരിക്കാനാവില്ല, ചഞ്ചലമാണ് മനസ്സ്. അങ്ങനെയുള്ള ചഞ്ചലമായ മനസ്സിന് സ്ഥിരത ലഭിക്കണമെങ്കിൽ ഈ നിർമോഹമാകണം. മോഹമില്ലാത്ത അവസ്ഥയിലെത്തിയാലേ അത് മനസ്സ് നിർമ്മലമാകൂ, മനസ്സ് നിശ്ചലമാകൂ. നിശ്ചലമായാലോ നിശ്ചല തത്വേ ജീവൻ മുക്തി. അങ്ങനെ തത്വം നിശ്ചലമായി കഴിഞ്ഞാൽ, ഉറച്ചു കഴിഞ്ഞാൽ, ഞാനാണ് ബ്രഹ്മം എന്ന് ഉറച്ചു കഴിഞ്ഞാൽ, ഞാനല്ലാതെ മറ്റൊന്നുമില്ല, അഹമേവ അഹം ബ്രഹ്മാസ്മി എന്ന് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവൻ മുക്തനായി. ശരീരമുണ്ടെങ്കിൽ തന്നെയും അവൻ മുക്തനായിട്ട് തന്നെ ഇരിക്കും. അവൻ ഒന്നിനോടൊരു പറ്റലുണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ ഈ മുക്തനായാലും അജ്ഞാനം പൂർണ്ണമായിട്ട് നശിക്കാത്തത് കൊണ്ട് അജ്ഞാന അനുവൃത്തി ഉണ്ടാകും. കാരണം ശരീരം അജ്ഞാനത്തിൻ്റെ ഫലമാണ്. അജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ് ശരീരം. ശരീരം ഉണ്ടായതുകൊണ്ട് ആ ശരീരധർമ്മങ്ങൾ അനുഷ്ഠിക്കുക ചിലപ്പോൾ അയാൾ അനുഷ്ഠിച്ചെന്ന് വരാം. പക്ഷെ അതൊന്നും അയാളെ ബാധിക്കില്ല. അത് അയാളുടെ ദൃഷ്ടിയിൽ അത് കർമ്മമല്ല. കർമ്മമാകണമെങ്കിൽ ക്രിയാകാരക ഭേദബുദ്ധി വേണം. അയാൾ നിശ്ചലതത്വമായിക്കഴിഞ്ഞാൽ ക്രിയാകാരക ഫലഭേദബുദ്ധി നശിച്ചു കഴിഞ്ഞു, പിന്നെ കർമ്മമില്ല. എങ്കിലും ശരീരം വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവന് വിദേഹമുക്തി കിട്ടില്ല. വിദേഹമുക്തി കിട്ടാൻ ശരീരം നശിക്കണം. ശരീരം നശിക്കണമെങ്കിൽ അത് ഈ സാധാരണഗതിയിലുള്ള ഈ അർത്ഥസാക്ഷാത്കാരം നശിക്കില്ല. അതിന് സാക്ഷാത്കാരം നശിക്കണമെങ്കിൽ അതിന് പ്രാരബ്ധകർമ്മം നശിക്കണം. ഈ ശരീരത്തിൻ്റെ ഉൽപ്പത്തി കാരണമായ പ്രാരബ്ധകർമ്മം നശിക്കുമ്പോൾ ശരീരം നശിക്കും. ശരീരം നശിച്ചാൽ ദേഹമുക്തനാണ്. അതുകൊണ്ട് മനസ്സ് നിശ്ചലമായ പരമാത്മ തത്വത്തിൽ നീ ഉറച്ചു കഴിഞ്ഞു. അങ്ങനെ നീ ജീവൻ മുക്തരാവുകയും ചെയ്യും.